ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മളെ മഴക്കൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് തോർന്ന് നല്ലൊരു കാലാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഇഞ്ചി ചായ കുട്ടികൾക്ക് ചെറുതായിട്ട് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഉപ്പാക്കും ചെറിയ ചുമക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ശർക്കരയും ഇഞ്ചിയൊക്കെ കുത്തിച്ചതച്ചിട്ടിട്ട് ഞാൻ കട്ടൻ ചായ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ത്രോട്ടിനൊക്കെ നല്ലൊരു സുഖമാണ് അതിൻ്റെ എരിവ് തട്ടുമ്പോൾ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ, നേരത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ സ്കൂളില്ലാത്ത ദിവസം ഞങ്ങൾ എണീച്ച് വരുമ്പോഴേക്കും ഉമ്മ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ ഇഡ്ഡലി കണ്ട നല്ല സോഫ്റ്റ് ആട്ടോ. ഉമ്മയുടെ ഇഡ്ഡലി നല്ല ഇഡ്ഡലിയാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ, നല്ല സൂപ്പർ സോഫ്റ്റാണ്. അപ്പോൾ അതിന് സൈഡായിട്ട് നമ്മൾ ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ തേങ്ങ അരച്ചിട്ടുള്ള ചട്നിയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മന്തി കൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു മട്ടൻ മന്തി സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കാറുള്ള മന്തിയുടെ റെസിപ്പി കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്കിൻ്റെ ബട്ടണൊക്കെ ഒന്ന് അമർത്തുക. ഒരൊറ്റ ലൈക്ക് പോലും എൻ്റെ വീഡിയോക്ക് കിട്ടാറില്ല കേട്ടോ. ഒരാൾ പോലും ലൈക്ക് ചെയ്യാറില്ല. കിട്ടി എന്നുള്ളതിൽ 1 or 2 ലൈക്കൊക്കെയാണ് എനിക്ക് കിട്ടൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി. ഇഷ്ടമായാലല്ലേ നമ്മൾ ലൈക്ക് ചെയ്യുള്ളൂ, എന്നുണ്ടെങ്കിൽ ആരാ ലൈക്ക് ചെയ്യുക. അപ്പോൾ പതിവ് പോലെ എനിക്കുള്ള ചായ അവർ രാവിലെ ഉപ്പ നേരത്തെ കടയിൽ പോണ ടൈമിൽ തന്നെ ഒരു 6:30 നേരത്തൊക്കെ കടയിൽ 7 മണിക്കുള്ളിലൊക്കെ പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ചായ കുടിച്ച് അപ്പോൾ ആ സമയത്ത് ഉമ്മ ചായയൊക്കെ വയ്ക്കും. അപ്പോൾ എനിക്കുള്ള ചായ ഞാൻ എണിച്ച് തൈറോയിഡിൻ്റെ ഗുളിയൊക്കെ കഴിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചായ കുടിക്കൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒപ്പം എൻ്റെ കാലിച്ചായ കുടിക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ മട്ടൻ മന്തി ആട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മന്തി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാനിവിടെ കുക്കിംഗ് ചെയ്യുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ തന്നെയാണ് കുക്കിങ്ങൊക്കെ ചെയ്യുക. അപ്പോൾ മട്ടൻ ഞാൻ കഴുകി വാര വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത് ബിരിയാണി വെക്കാൻ പറ്റിയ രീതിയിൽ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കറി വെക്കാനൊക്കെ പറ്റിയൊരു കട്ടിങ്ങാണ്. മന്തിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് വലിയ പീസല്ലേ കട്ട് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പീസുകളാണ് കേട്ടോ. ഇതുകൊണ്ട് ബിരിയാണി വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഇളം മട്ടനാണ്, നല്ല സൂപ്പറായി കിട്ടും. പക്ഷേ മമ്മൂന് എൻ്റെ ബ്രദറിന് ഈ ബിരിയാണിനേക്കാളൊക്കെ ഇഷ്ടം ഈ മന്തി മജ്ബൂസ് അങ്ങനത്തെ ഈ അറബിക് റൈസും അറബിക് ഐറ്റംസുള്ള അങ്ങനത്തെ ഒക്കെ ആണ് ഇഷ്ടം. അപ്പോൾ അവനിനി കുറച്ച് ദിവസം കൂടിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് ദുബായിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാമല്ലോ. നമുക്ക് ബിരിയാണി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കുമല്ലോ, ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇവിടെ നാട്ടിലൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് മട്ടൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മട്ടൻ മന്തി ആയതുകൊണ്ട് നമുക്ക് ചിക്കൻ ചെയ്യുന്ന പോലെ നേരിട്ട് വേവിക്കാനൊക്കെ എളുപ്പമല്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യം മട്ടനൊന്ന് വേവിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള, തക്കാളി, ക്യാപ്സിക്കം ഇത് മൂന്നും ഒന്ന് നല്ല കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ ഒപ്പം തന്നെ ഒരുമിച്ച് ചോപ്പ് ചെയ്യാമല്ലോ. പിന്നെ പച്ചമുളക് അതൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ മട്ടൻ വേവിച്ചതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപ്പോയിഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടാണ്. എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അവിടെ ഒമാനിലുള്ള ടൈമിൽ എൻ്റെ ട്രൈപ്പോയിഡും കാര്യങ്ങളൊക്കെ ഒമാനിലാണ്. അവിടെയാണല്ലോ ഞാൻ വീഡിയോ കൂടുതൽ എടുക്കൽ. അതുകൊണ്ട് എൻ്റെ നാട്ടിലേക്ക് അത് കൊണ്ടുവരലില്ല കേട്ടോ. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാണുമ്പോഴൊക്കെ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കുറച്ചധികം, പുതിന കുറച്ച്, അങ്ങനെ അറിയാമല്ലോ മന്തിയിൽ മല്ലിയിലയും പുതിനയുടെ ഒരു കണക്ക്. പുതിന കുറച്ചേ ഇടുള്ളൂ, മല്ലിയില കുറച്ചധികം ഇടാം, കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളകും നല്ല ജീരകവും കൂടിയിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ മന്തിയുടെ മസാല, അറബിക് മസാലകളുണ്ടല്ലോ, അതിൽ ഏതെങ്കിലും ടൈപ്പ് അറബിക് മസാല ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കളർ ഇടേണ്ട, എന്നാലും മന്തിയൊക്കെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പക്ഷേ ഈ കളർ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഇതിന് പകരം കാശ്മീരി മുളക് ഉണ്ടാ ചേർക്കൽ. പക്ഷേ വീട്ടിൽ കാശ്മീരി മുളക് ഇല്ല, അതും ഇവിടെ യൂസ് ചെയ്യലില്ല കേട്ടോ. നമ്മൾ സാധാരണ മുളകണത് കാരണം നല്ലൊരു റെഡ് കളർ കിട്ടണില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക, ഓയിൽ ഒഴിച്ചെടുക്കുക. ഓയിൽ ഞാനൊരു ഗ്ലാസിൻ്റെ പകുതി ഓയിലുണ്ട് എടുക്കാം, 3/4 കപ്പ് ഓയിൽ വരെ എടുക്കാം. കാരണം മന്തി ഒരു ഓയിലി ടൈപ്പ് ആണല്ലോ, ഓയിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ 3/4 എടുക്കാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും 1/2 കപ്പ്, നമ്മളൊരു ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് അങ്ങനെയാണ് ഇട്ട് എടുക്കാറ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി മട്ടൻ ഒരു 75% വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച് കിട്ടുന്ന വെള്ളം അത് ഒരിക്കലും കളയരുത്, കാരണം അതിൻ്റെ എല്ലാ സത്വ വെള്ളത്തിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ബാക്കി കുറച്ച് വേവ് നമ്മൾ ഈ മസാലയും ആ വെള്ളമൊക്കെ കൂടി മിക്സായിട്ട് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 75% വേവിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വേവട്ടെ അവിടെ ഇരുന്നിട്ട്.
അങ്ങനെ മട്ടനൊക്കെ വെന്ത് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്ക് മാറ്റി വെച്ച മസാലയുടെ ആ എണ്ണയും അതായത് ഓയിലും ഗ്രേവിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കിട്ടുമല്ലോ നമുക്കത് കുറച്ച് നമ്മൾ മാറ്റിക്കുക. എന്തിനാണെന്നറിയോ, നമ്മൾ ഈ റൈസിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ റൈസ് അവിടെ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ വേഗം വേവിക്കാനായിട്ടിട്ടുണ്ട്. നമ്മൾ മസാല ഇവിടെ റെഡിയാണ്, മന്തിയുടെ മസാല കേട്ടോ. കണ്ട അത്യാവശ്യം വറ്റിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി റൈസൊക്കെ നമ്മൾ ലെയറായിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ മാറ്റി വെച്ച ഒരു ഗ്രേവി ടൈപ്പ് മസാല ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക് അതിൻ്റെ മേലെ കുത്തി കൊടുക്കുക കേട്ടോ. ഇനി ഒരു ചാർക്കോളിൽ അത് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഫോയിലിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് മൂടി വെച്ച് ദം ചെയ്യുന്ന പോലെ ഒരു 10-25 മിനിറ്റ് വേവിച്ചെടുക്കണം ചെയ്യുക. ആക്ച്വലി ഇവിടെ ഫോയിലിംഗ് പേപ്പറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ സ്കിപ്പ് ചെയ്തു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യേണ്ട ഒരു പകുതി സാധനങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഫോയിലിംഗ് പേപ്പറൊക്കെ ഉപ്പാനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് വേണം. പിന്നെ ഇതാ നമ്മളെ മന്തിൻ്റെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ സബോളയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയും നമ്മളിതൊക്കെ എന്നിട്ട് മല്ലിയില ഒക്കെ കൂടി ഞാൻ ഇതൊക്കെ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് മടുത്തതായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഞാൻ ഉണ്ടാക്കാറുള്ള വിഭവങ്ങൾ. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മട്ടൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട നമ്മൾ മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ മസാലയ്ക്കൊരു റെഡിഷ് കളറൊക്കെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ വൈറ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളർ ഇടണം, എന്നാലേ ഭംഗിയിലായ മീറ്റ് ഇരിക്കുള്ളൂ. കടയിലൊക്കെ കിട്ടുമ്പോട്ടില്ലേ, കടയിൽ കിട്ടുന്നതിലും ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കണ മന്തിക്ക് തന്നെയാണ്. പക്ഷെ ആ കളറൊക്കെ കാണുമ്പോൾ നമ്മളെ അട്രാക്ഷൻ കൊണ്ട് കടയിൽ പോയി കഴിക്കും. പക്ഷെ അത് ഒട്ടും ഹെൽത്തിന് ഒട്ടും നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളറ് ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കളറൊക്കെ വാങ്ങിച്ച് വയ്ക്കുമായിരുന്നു കേട്ടോ, ഈ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യലില്ല. അപ്പോൾ നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കളർ ചേർത്തിട്ട് നമ്മൾ ഇത് കഴിക്കണമല്ലോ, കളയാനൊന്നുമല്ലല്ലോ പോണത്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ സുഖമായി കിടന്നുറങ്ങലാണ് പരിപാടി. വൈകിട്ട് ഇതാ കുട്ടികൾ ഇപ്പോൾ ബ്രദർ വന്നിട്ട് ഫൈഹാക്ക് സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഫൈഹ ഇപ്പോൾ സൈക്കിൾ ഔട്ടൊക്കെ പഠിച്ചിട്ടോ. ഒമാനിൽ ഇത്തവണ പോയപ്പോൾ അവൾ സൈക്കിൾ ഔട്ടൊക്കെ പഠിച്ചു. നാസിമും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറച്ച് നേരം വൈകിട്ട് അവിടെ കളിക്കുന്നത് നോക്കിയിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് നേരമൊക്കെ എടുക്കൂട്ടോ. ഞാനങ്ങനെ ഉറങ്ങുമൊന്നുമില്ല. ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യങ്ങളും ഓരോരുത്തരുടെ വീഡിയോയും വ്ളോഗും ഒക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം കിടക്കും. പിന്നെ വൈകിട്ട് ചായയൊക്കെ വെച്ച് തരുന്നത് കുടിച്ച് പിന്നെ കുട്ടികളായിട്ട് അങ്ങനെ കളിച്ച് നടക്കലാണ് വഴി. അവർ എന്നിട്ടാണ് കളിക്കുന്നത് വെച്ചാൽ അവരെ കൂടെ ഞാനും കളിക്കും കുറച്ച് നേരമൊക്കെ, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ റംസിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കളിയാക്കണം കേട്ടോ. അവൻ ആൾ ഭയങ്കര സാധനമാണ്, അതൊന്നും പറയണ്ട. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൃഷിനിട്ടാ, വീട്ടിലത്തെ ചെറിയ ചെറിയ കൃഷികളാണ് ഉമ്മാടെ ഉപ്പാടെയും. കുറേ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ കുറേയൊക്കെ പോയി. എന്നാലും ഇപ്പോൾ അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചമുളകൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് വീട്ടിൽ കുറേ പണികളൊക്കെ ആയിരുന്നു, പെയിൻറ്റ് പണിയും ഈ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്യുന്ന പണിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ നമ്മളാകെ ചെടിയും ഇതൊക്കെ പോയി. ചെടികൾ അധികം ഒന്നും ഉണ്ടായില്ല കേട്ടോ. കൃഷികൾ ഓരോരോ ചെറിയ ചെറിയ ഉപ്പം കൂടുതലും ചെടികളെക്കാളും ഈ പച്ചമുളക്, ചീര അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇല്ലേ, അതൊക്കെയാണ് വെച്ച് പിടിപ്പിക്കൽ. അങ്ങനെ ഇതാ ഒരു അണ്ണാറക്കണ്ണം പോകണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വേണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ബൈ.